മറക്കാത്തൊരു സംഭവം കൂടെ പറയേണ്ടതാണ്. ജോസഫ് എന്ന് പറഞ്ഞൊരു കൊണ്ട് അന്ന് ഒരു 6 അടി പൊക്കമുണ്ട്, അത്ര വലിയവരാണ്. ബാസ്ക്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാസ്കറ്റ്ബോളിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഞാനിങ്ങനെ ബോൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒറ്റയടി എൻ്റെ കൈ ഭയങ്കര വേദനിച്ചു. ഞാൻ അങ്ങോട്ട് ഓടി. ഞാൻ സത്യത്തിൽ ഈ ഷർട്ടും മുണ്ട് ഊരി വെച്ചു, ഷോർട്സാണല്ലോ, ഷർട്ടിൻ്റെ മുകളിൽ എനിക്ക് പിച്ചാത്തി വെച്ചിട്ടുണ്ട്, അതെടുക്കാനാണ് ഞാൻ ഓടിയത്. പിച്ചാത്തി എടുത്തു വന്ന് തുടങ്ങി. ഇവൻ അങ്ങോട്ടും കൂടി ചാടിച്ചാടി നിൽക്കാൻ സാറന്മാരെല്ലാം ഉണ്ടാണ്, അവരെല്ലാം കൂടെ ഓടി കാർപ്പിച്ച് വന്നു. അങ്ങനെ പിച്ചാത്തിയെല്ലാം മാറ്റി അങ്ങനെ ആ ജോസഫിനെയും എന്നെ സസ്പെൻഡ് ചെയ്തു കോളേജിൽ നിന്ന്. കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് 80 ഇലക്ഷൻ നിന്നപ്പോൾ ദിവസമെന്ന് വെച്ചാൽ മണിയാക്കം പറ അവിടെ വന്ന് റോഡ് പോലും ഇല്ല. ഞാൻ ചെല്ലുമ്പം മിന്നെ ചേടത്തി പോകാൻ മുഴുവൻ വന്ന് ഇറങ്ങി നിൽപ്പുണ്ട്. വലിയ ഗുണ്ടാത്തലവും വരികയില്ലേ. ഈ ജോസഫ് മിന്നെ PC ചിന്ത വിളിക്കാൻ ആ പ്രദേശം മുഴുവൻ എനിക്ക് വേണ്ടി ജോലി ചെയ്ത ഈ ജോസഫാണ്. പക്ഷേ എനിക്കൊരു ദുഃഖം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടായിരുന്നു, പോയി കാണുക സ്നേഹമൊക്കെ പറഞ്ഞു. ഈ പുള്ളി ക്യാൻസർ വന്ന് മരിച്ചു. അന്ന് ബാസ്ക്കറ്റ് ബോൾ കളിക്കുമ്പോൾ ആ ജോസഫ് എൻ്റെ കൈക്ക് പരിക്കേൽപ്പിച്ചു. ഞാൻ കോർട്ട് വിട്ട് വെളിയിലേക്ക് ഓടി. എന്തിന്? പേടിച്ചിട്ടോ? വേദനിച്ചിട്ടോ? അല്ല സുഹൃത്തുക്കളെയല്ല. ഞാൻ ഓടിച്ചെന്നു, പിച്ചാത്തി എടുത്തു, തിരികെ വന്ന് തെരുതെര കുത്തി. എന്നിട്ട് പിന്നെ അവൻ ക്യാൻസർ പിടിച്ച് മരിച്ചു. എന്തൊരു പുളുവാണ് ജോർജ് ഏട്ടാ. കത്തിയെടുത്ത് തെരുതെര കുത്തിയ ആൾ പിന്നെ മരിക്കാൻ വേണ്ടി ക്യാൻസർ പിടിക്കേണ്ടി വന്നു. നിങ്ങൾ വാ തുറക്കുന്നത് പുളു പിടിക്കാനോ ഭക്ഷണം കഴിക്കാനോ അല്ലേ? കഷ്ടം.